ഹായ്, ഇന്ന് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കയാണിത്. അതിലേക്ക് ഇടാനുള്ള അരപ്പാണിത്. അരപ്പിൽ തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം എന്നിവ നന്നായി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് നമുക്ക് ഇത്രയും വെള്ളം മതി. ഇനി അതിനകത്തേക്ക് എന്തെല്ലാം നമുക്ക് ചേർക്കാമെന്ന് നോക്കാം. നമുക്ക് ഇളം മഞ്ഞ കളറിലുള്ള ചക്കപ്പുഴുക്കാണ് വേണ്ടതെങ്കിൽ മുളക് പൊടി നമ്മൾ നന്നായിട്ട് കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ചൊരു കളറുള്ള തരത്തിലുള്ള ചക്കയാണ് വേണ്ടതെങ്കിൽ നമുക്ക് മുളക് പൊടി കുറച്ചും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പച്ചമുളകും കുറയ്ക്കേണ്ടതുണ്ട്. കാരണം രണ്ട് എരിവും കൂടി അധികം വരുമ്പോൾ ടേസ്റ്റ് കുറയും. ഇവിടെ നമുക്ക് കുറച്ച് മുളക് പൊടി, കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇടാം. ഏകദേശം ചെറിയൊരു സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ചക്കയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. വെള്ളം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചക്കയുടെ അകത്തേക്ക് ഒഴിക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഒരു വിസിലാണ് വന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, പച്ചമുളക് എന്നിവ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇനി നമുക്ക് കടുക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചക്ക നന്നായി ഉടഞ്ഞ് തേങ്ങയും എല്ലാം എല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടി നന്നായിട്ടിത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കാം. ചക്കപ്പുഴുക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയ ഒരു ഫുഡാണ്.